ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹിന്ദി എജു മന്ത്ര. ഇന്ന് നമുക്ക് വെർബ് कहते हैं. ഇംഗ്ലീഷിൽ ക്രിയ എന്നാൽ വെർബ് എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് ക്രിയ എന്താണെന്ന് നോക്കാം. ഹിന്ദി ഗ്രാമറിലെ ക്രിയ. ഓക്കെ, ക്ലാസ്സിലേക്ക് പോവാം. ആദ്യമായിട്ട് നമുക്ക് ക്രിയ കി പരിഭാഷ, ക്യാ ഹെ ക്രിയ കി പരിഭാഷ, അതായത് ഡെഫിനിഷൻ, ക്രിയയുടെ ഡെഫിനിഷൻ നമുക്ക് പഠിക്കാം. ജിസ് ശബ്ദ സെ किसी कार्य का होना या करना समझा जाए उसे क्रिया कहते हैं. अदायद जिस शब्द से किसी कार्य का होना या करना समझा जाए उसे क्रिया कहते हैं. ഏത് ശബ്ദമാണോ, ഏത് വേർഡാണോ ഒരു കാര്യം, ഒരു കാം, ഏതെങ്കിലും ഒരു വർക്ക് ചെയ്തു അല്ലെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ സംഭവിക്കുക എന്നിവയെ സൂചിപ്പിക്കുന്നത്, ഒരു സെന്റൻസിലെ ഏത് വേർഡാണോ നമുക്ക് ഒരു കാര്യം ചെയ്തു, ഒരു കർമ്മം ചെയ്തു എന്നുള്ളതിനെ അല്ലെങ്കിൽ ഒരു കാര്യം സംഭവിച്ചു എന്നുള്ളതിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഏത് വേർഡാണോ ഉപയോഗിക്കുന്നത് അതിനെ നമുക്ക് ക്രിയ എന്ന് പറയാം. ജൈസെ, ഉദാഹരണം നോക്കിക്കോളൂ. ഖാന, ഖാന എന്നുള്ളത് ക്രിയയാണ്. പീന, ഖാന കഴിക്കുക, പീന കുടിക്കുക, സോന ഉറങ്ങുക, രഹ്ന ജാഗ്ന, ഉഠ്ന ബൈഠ്ന ആദി, ഇതെല്ലാം ക്രിയയാണ് അല്ലേ. നമ്മൾ ഒരു കാര്യം ചെയ്തതാണ്. ഖാന അല്ലേ, നമ്മൾ കഴിച്ചു കഴിഞ്ഞു. പീന കുടിച്ചു കഴിഞ്ഞു. അപ്പോൾ കുടിക്കുക, കഴിക്കുക എന്നുള്ളതൊക്കെ നമ്മളൊരു കർമ്മം ചെയ്യുന്നതിനെ, നമ്മളൊരു കാര്യം ചെയ്യുന്നതിനെയാണ് നമുക്ക് ക്രിയ എന്ന് പറയുന്നത്. അപ്പൊ ക്രിയയിൽ എപ്പോഴും ഒരു ധാതു ഉണ്ടാവും, അതാണ് ക്രിയാധാതു. അപ്പൊ എന്താണ് ധാതു എന്നുകൂടെ നമുക്ക് പഠിച്ചാലേ ക്രിയ മനസ്സിലാവുള്ളൂ. ധാതു, ക്രിയ കെ മൂലരൂപക്കോ ധാതു कहते हैं. ക്രിയയുടെ ഒരു മൂലരൂപമാണ് ധാതു. ധാതു से ही क्रियापद का निर्माण होता है, इसलिए क्रिया के सभी रूपों में धातु उपस्थित रहती है. അപ്പൊ ധാതുവിൽ നിന്നാണ് ക്രിയ ഉത്ഭവിക്കുന്നത്. ക്രിയയുടെ നിർമ്മാണം ധാതുവിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് എല്ലാ ക്രിയകളിലും എപ്പോഴും എന്തുണ്ടാവും? ധാതു ഉണ്ടാവും. ധാതു ഉൾപ്പെട്ടിരിക്കും എന്തിൽ? ക്രിയയിൽ. യഥാ ചല്ല ക്രിയാമേ ചല് ധാതു ഹെ. ഉദാഹരണം നോക്കിക്കോളൂ. ചല്ല എന്നുള്ളത് ഒരു ക്രിയയാണ് അല്ലെ. അതിലെ ചൽ എന്നുള്ളത് എന്താണ്? ധാതുവാണ്. അപ്പോൾ ധാതുവിന്റെ കൂടെ ഞാ പ്രത്യയം വന്നപ്പോഴാണ് ചല്ലാന്നായത്. അതുകൊണ്ടാണ് അത് ക്രിയ ആയത്. അപ്പോൾ ഒരു ക്രിയയിൽ ഇപ്പോഴും ആദ്യം ഉണ്ടാവുന്നത് മൂലമായിട്ടുള്ള വേർഡ് ധാതുവാണ്. പഠന ക്രിയാമേ പട് ധാതു ഹെ. പ്രായഃ धातु में ना प्रत्यय जोड़कर क्रिया का निर्माण होता है. സാധാരണ രീതിയിൽ എപ്പോഴും എല്ലാ ധാതുക്കളുടെയും കൂടെ നാ പ്രത്യയ ഉപയോഗിച്ചാൽ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? ക്രിയ ഉണ്ടാക്കാനായിട്ട് കഴിയും. അതാണ് ക്രിയാ ധാതു. അപ്പൊ ഒരു ക്രിയയിൽ എപ്പോഴും എന്തുണ്ടാവും? ഒരു ധാതു ഉൾപ്പെട്ടിരിക്കും. ധാതു ഇല്ലാതെ ക്രിയയില്ല. ധാതുവിന്റെ കൂടെ നാ പ്രത്യയ ചേർത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്രിയ കിട്ടും. ഇനി നമുക്ക് ധാതു കെ ദോ ഭേദ ഹെ. ധാതുവിന്റെ ഭേദം നോക്കാം. ധാതു കെ ദോ ഭേദ ഹെ. മൂലധാതു, യൗഗിക ധാതു. ധാതുവിനെ തന്നെ നമ്മൾ രണ്ടായി തിരിച്ചിട്ടുണ്ട്. മൂലധാതു, യൗഗിക धातु. मूलधातु क्या है? यह स्वतंत्र होती है तथा किसी अन्य शब्द पर निर्भर नहीं होती. മൂലധാതു സ്വതന്ത്രമാണ്, വേറൊരു ശബ്ദമായിട്ട് യോജിക്കേണ്ട ആവശ്യമില്ല. വേറൊരു ശബ്ദവുമായിട്ട് കൂട്ടി യോജിച്ചിട്ടല്ല എന്തുണ്ടാവുന്നത്? മൂലധാതു ഉണ്ടാവുന്നത്. അത് സ്വതന്ത്രമായിരിക്കും. ജൈസെ ജ എന്നുള്ളത് മൂലധാതുവാണ്. ഖ മൂലധാതു, പി എന്നുള്ളത് മൂലധാതു, രഹ് എന്നുള്ളതെല്ലാം മൂലധാതുവാണ്. ലേക്കിൻ യൗഗിക ധാതു ക്യാ ഹേ? അത് നോക്കിക്കോളൂ. യൗഗിക ധാതു എന്ന് പറഞ്ഞാൽ യൗഗിക ധാതു മൂലധാതു में प्रत्यय लगाकर कई धातुओं को संयुक्त करके अथवा संज्ञा और विशेषण में प्रत्यय लगाकर बनाई जाती है. അപ്പോൾ യൗഗിക ധാതു എന്ന് പറഞ്ഞാൽ മൂലധാതുവിന്റെ കൂടെ പ്രത്യയങ്ങൾ ചേർക്കാം. അതുപോലെ തന്നെ വേറെ ധാതുക്കളെ എല്ലാം ചേർത്തി നമുക്ക് ഉപയോഗിക്കാം.
അതുമല്ലെങ്കിൽ സംജ്ഞയോ വിശേഷന്റെയോ കൂടെ പ്രത്യയങ്ങൾ ചേർത്ത് ഉണ്ടാവുന്നതാണ് യൗഗിക ധാതു. യഹ് തീൻ പ്രകാർ കി ഹോത്തി ഹേ. യൗഗിക ധാതു തന്നെ മൂന്നായിട്ട് നമുക്ക് തിരിച്ചിട്ടുണ്ട്. പ്രേരണാർത്ഥക ക്രിയ, യൗഗിക ക്രിയ, നാമധാതു. അപ്പൊ എന്താണ് പ്രേരണാർത്ഥക ക്രിയ? ഈ പ്രേരണാർത്ഥക ക്രിയയിലാണ് യൗഗിക ധാതു നമുക്ക് കാണാൻ പറ്റുന്നത്. നോക്കാം. प्रेरणार्थक क्रियाएं अकर्मक एवं सकर्मक दोनों क्रियाओं से बनती है. പ്രേരണാർത്ഥക ക്രിയ എന്ന് പറഞ്ഞാൽ അകർമ്മകം സകർമ്മകം ഒരുമിച്ച് വരുന്നതാണ്. ജൈസെ ഉഠന ഉഠാന, സോന സുലാന, കർണ കർവാന, പീന പിലാന, പീന പിലാന അല്ലെങ്കിൽ പിൽവാന, ദേന ദിലാന അല്ലെങ്കിൽ ദിൽവാന. അപ്പൊ ഇവിടെ നോക്കിക്കോളൂ, ഉഠന എന്നുള്ളത് ഒരു ക്രിയയാണ്. അതിന്റെ കൂടെ നമ്മൾ ഉഠാന എന്ന് പറയുമ്പോൾ അത് പ്രേരണ. നമുക്ക് ഉഠന എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക, ഉഠാന എന്ന് പറഞ്ഞാൽ എഴുന്നേൽപ്പിക്കുക. അതുപോലെ സോന എന്ന് പറഞ്ഞാൽ ഉറങ്ങുക, സുലാന എന്ന് പറഞ്ഞാൽ ഉറക്കുക. അപ്പൊ അതൊരു പ്രേരണയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. അതുപോലെ കർണ എന്ന് പറഞ്ഞാൽ ചെയ്യുക, അത് നമ്മൾ കർവാന എന്ന് പറഞ്ഞാൽ ചെയ്യിപ്പിക്കുക. ചെയ്യാൻ വയ്യാതെ നമ്മൾ ഇരിക്കുന്ന ഒരു കുട്ടിയോട് ഹോംവർക്ക് ചെയ്യാൻ വയ്യെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കർണയല്ല അവിടെ ചെയ്യുന്നത്, കർവാനയാണ്, ചെയ്യിപ്പിക്കുകയാണ്. അതുപോലെ പീന എന്നുള്ളത് കുടിക്കുക എന്ന് മാത്രമാണ്, പിലാന കുടിപ്പിക്കുക. ദേന കൊടുക്കുക എന്നാണ്, ദിലാന ദിൽവാന എന്ന് പറഞ്ഞാൽ കൊടുക്കിപ്പിക്കുക. അതായത് കൊടുക്കാതിരിക്കുന്ന ഒരു വ്യക്തിയെ പ്രേരിപ്പിച്ച് നമ്മൾ കൊടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. അതാണ് പ്രേരണാർത്ഥക ക്രിയ. ഇനി യൗഗിക ക്രിയ. दो या दो से अधिक धातुओं के संयोग से यौगिक क्रिया बनती है. രണ്ടോ രണ്ടിൽ കൂടുതലോ ധാതുക്കൾ ചേർന്നുണ്ടാവുന്നതാണ് യൗഗിക ക്രിയ. ജൈസെ രോനാധോന. രോന എന്ന് ഒറ്റയ്ക്ക് പറയില്ല നമ്മൾ, രോനാധോന. അതായത് കരച്ചിലും പിഴിച്ചിലും എന്ന് പറയില്ലേ. കുട്ടി എപ്പോൾ നോക്കിയാലും കരച്ചിലും പിഴിച്ചിലും ആണ് എന്ന് പറയാനായിട്ട് നമ്മൾ രോനാധോന എന്ന് ഉപയോഗിക്കും. ചലന ഫിർന, അലഞ്ഞു നടക്കുക എന്നുള്ളതിന്. ഉഠന ബൈഠന, എണീക്കുക ഇരിക്കുക, അതാണ് അവസ്ഥ എന്നുള്ളത്. ഖാലേന ഉഠ്ബൈഠന ഉഡ്ജാന എന്നൊക്കെ പറയാം. അപ്പൊ യൗഗികമാണ് അവിടെ അല്ലെ. രണ്ട് ധാതുക്കൾ ചേർന്നുണ്ടാവുന്നതാണ് യൗഗിക ക്രിയ. മൂന്നാമത്തെ നാമധാതു. संज्ञा या विशेषण से बनने वाली धातु को नामधातु कहते हैं. നാമധാതു എന്താണ്? സംജ്ഞയോ വിശേഷണിലൂടെ ചേർന്ന്, സംജ്ഞയോ അല്ലെങ്കിൽ വിശേഷണോ അതിന്റെ കൂടെ ചേർന്നുണ്ടാവുന്ന ധാതുവാണ് നാമധാതു. അതായത് ജൈസെ ഗാലി സേ ഗരിയാന, ലാത്ത് സേ ലഥ്യാന, ബാത്ത് സേ ബധ്യാന. ബാത്ത് എന്ന് എല്ലാം പറയുമ്പോൾ സംജ്ഞാവിശേഷൻ എന്നെല്ലാം നമ്മൾ പറയുമ്പോൾ അതിൽ നിന്നും ഉണ്ടാക്കുന്ന ധാതുക്കളെയാണ് നാമധാതു എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്രിയാക്കെ ഭേദ് നോക്കാം. ഇപ്പോൾ നമ്മൾ പഠിച്ചു ധാതുവിന്റെ ദോ ഭേദ് പഠിച്ചു, മൂലധാതു, യൗഗിക ധാതു. അതിലെ യൗഗിക ധാതുവിന്റെ തീൻ ഭേദ് പഠിച്ചു. ഇനി നമുക്ക് ക്രിയാക്കെ ഭേദ് നോക്കാം. ഇനി നമുക്ക് ക്രിയാക്കെ ഭേദ് എന്താണെന്ന് ചർച്ച ചെയ്യാം. എന്താണ് ക്രിയാക്കെ ഭേദ്? रचना की दृष्टि से क्रिया के मुख्यतः दो भेद हैं. रचना की दृष्टि से क्रिया के दो भेद है, सकर्मक क्रिया और अकर्मक क्रिया. क्रिया के दो भेद है, सकर्मक क्रिया और अकर्मक क्रिया. അപ്പൊ ഇനി നമുക്ക് അടുത്തത് क्या है सकर्मक क्रिया? എന്താണ് सकर्मक क्रिया? जो क्रिया कर्म के साथ आती है उसे सकर्मक क्रिया कहते हैं. വളരെ സിമ്പിൾ അല്ലെ. ജോ ക്രിയ, ഏത് ക്രിയയാണോ കർമ്മത്തിന്റെ കൂടെ വരുന്നത് അതിനെ सकर्मक ക്രിയ എന്ന് പറയുന്നു. ഉദാഹരണം നോക്കിയോളൂ. സീത ഗീത് ഗാത്തി ഹെ. ഇവിടെ സീത എന്നുള്ളത് ആരാണ്? നൗണാണ് അല്ലെ. ഗീത് എന്നുള്ളത് എന്താണ്? കർമ്മാണ്. ഗാത്തി ഹെ എന്നുള്ളതാണ്, ഗാത്തി എന്നുള്ളതാണ് ക്രിയ അല്ലെ. അപ്പൊ ഗാന ക്രിയ അല്ലെ, ഗാന എന്നുള്ളത് ഗാത്തി ആയതാണ് അല്ലെ. ഗാന ക്രിയാക്കെ സാത് ഗീത് കർമ്മ ഹെ. ഇവിടെ ഗീതാണ് കർമ്മ. അപ്പൊ കർമ്മത്തിന്റെ കൂടെ വരുന്ന ക്രിയയെ നമ്മൾ എന്ത് പറയുന്നു? सकर्मक ക്രിയ. മോഹൻ ഫല ഖാത്താ ഹെ. ഖാന ക്രിയാക്കെ സാത് കർമ്മ ഇവിടെ ഫലാണ്. മോഹൻ ഫല ഖാത്താ ഹെ, എന്ത് കഴിച്ചു? ഫല ഖാത്താ ഹെ എന്ന് പറയുമ്പോൾ ഇവിടെ ഫലത്തിന് വേണ്ടി, ഫലത്തിന്റെ കൂടെ വരുന്ന ക്രിയയാണ് ഖാത്ത. അതുകൊണ്ട് ഈ ക്രിയ सकर्मक ക്രിയ. ഇനി സെക്കൻഡ് വൺ അകർമ്മക ക്രിയ. ക്യാ ഹെ അകർമ്മക ക്രിയ?
अकर्मक क्रिया के साथ कर्म नहीं होता तथा उसका फल कर्ता पर पड़ता है. അകർമ്മക ക്രിയ എന്ന് പറയുമ്പോൾ കർമ്മ ഉണ്ടാവില്ല ആ സെന്റൻസിൽ. അകർമ്മക ക്രിയയുടെ അതിന്റെ ഫലം എന്തിലേക്ക് വിടുന്നു? കർത്തയിലാണ്. കർത്തേനനുസരിച്ചാണ് ക്രിയ ഉണ്ടാവുന്നത്. ജൈസേ രാധ രോത്തി ഹെ അല്ലെ, ഇവിടെ നൗൺ ഉണ്ട് അല്ലെ, നൗൺ ഉണ്ട്, രാധയുണ്ട്, സജ്ഞ അതായത് സജ്ഞയുണ്ട്. പക്ഷേ ഇവിടെ എന്തില്ല? കർമ്മില്ല. അതായത് കർത്തയാണ് ഇവിടെ രാധ അല്ലെ. ഒരു സെന്റൻസ് പറയുമ്പോൾ കർത്ത, കർമ്മ, ക്രിയ ഇത് മൂന്നും ചേർന്നാണ് നമുക്ക് ഒരു സെന്റൻസ് ഉണ്ടാവുന്നത്. നമ്മൾ ആദ്യം പഠിച്ച സീത ഗീത് ഗാത്തി ഹെ, ഇവിടെ കർത്ത സീത, ഗീത് കർമ്മ, ഗാത്തി ഹെ ക്രിയ. അപ്പൊ ഒരു സെന്റൻസിൽ എല്ലാം ഉണ്ട്. ഇവിടെ രാധ രോത്തി ഹെ എന്നുള്ള സെന്റൻസ് ആണ് നമ്മൾ അകർമ്മ ക്രിയയുടെ ഉദാഹരണമായി നോക്കുന്നത്. ഇവിടെ രാധ എന്നുള്ളത് കർത്ത ആണ്, രോത്തി ഹെ രോത്തി എന്നുള്ളത് ക്രിയ. ഇവിടെ കർമ്മമില്ല അല്ലെ, കർമ്മ ഇല്ല. രാധ കരയുന്നു എന്ന് പറയുമ്പോൾ കർമ്മ കാ അഭാവ് ഹെ തഥാ രോത്തി ഹെ ക്രിയാ കാ ഫൽ രാധ പർ പടുത്താ ഹെ അല്ലെ. രാധ കരയുന്നു, ആര് കരയുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിന് ആൻസർ രാധ കരയുന്നു. അപ്പൊ രാധയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ക്രിയ ആയതുകൊണ്ട് ഇത് അകർമ്മക ക്രിയയാണ്. കർമ്മമില്ല, കർത്താവിന് വേണ്ടി, കർത്താക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ ഈ ക്രിയ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ സകർമ്മക എന്ന് വെച്ചാൽ കർമ്മമുണ്ട്, അകർമ്മക കർമ്മമില്ലാത്ത ക്രിയ. ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി നമുക്ക് संरचना या प्रयोग के आधार पर क्रिया के भेद ഇതും സാധാരണ എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് അത് നമുക്ക് ഒന്ന് നോക്കി പോവാം. संरचना या प्रयोग के आधार पर क्रिया के भेद मुख्य क्रिया, सहायक क्रिया, रंजक क्रिया, संयुक्त क्रिया, सरल क्रिया, नामिक क्रिया, പൂർവകാല ക്രിയ, അനുകരണാത്മക ക്രിയ. അപ്പൊ ഈ ക്രിയകളൊക്കെ എന്താണ് നമുക്ക് ഷോർട്ട് ആയിട്ടൊന്ന് ജസ്റ്റ് നോക്കാം. मुख्य क्रिया क्या है? मुख्य क्रिया क्रिया के एक अंश जो मुख्य अर्थ प्रदान करता है उसे मुख्य क्रिया कहते हैं. अथवा कर्ता या कर्म के मुख्य कार्यों को व्यक्त करने वाली क्रिया मुख्य क्रिया कहलाती है. അപ്പൊ എന്താണ് മുഖ്യ ക്രിയ? क्रिया का एक अंश जो मुख्य अर्थ प्रदान करता है. മുഖ്യ അർത്ഥം, ഒരു സെന്റൻസിൽ മുഖ്യ അർത്ഥം സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ക്രിയ മുഖ്യ ക്രിയയാണ്. അതായത് കർത്ത അല്ലെങ്കിൽ കർമ്മ അല്ലെ, ഒരു സെന്റൻസിൽ കർത്ത, കർമ്മ, ക്രിയ ഈ മൂന്നെണ്ണം ഉണ്ടാവുക. അല്ലെ കർത്തയോ അല്ലെങ്കിൽ കർമ്മന്റെയോ മുഖ്യ കാര്യം, മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് മുഖ്യ ക്രിയ. जैसे राधा दूध लाई, मोहन ने दुकान खोली. उपयुक्त वाक्यों में लाई और खोली शब्द ही कर्ता या कर्म के मुख्य कार्यों को व्यक्त कर रहे हैं. अतः ये मुख्य क्रिया है. ले മോഹൻ ने दुकान खोली, മോഹൻ ने क्या खोली? दुकान खोली. അപ്പം ഇവിടെ ഖോല അല്ലെ, കട തുറന്നു എന്നുള്ളത്, ഖോല എന്നുള്ള ക്രിയ ഇല്ലെങ്കിൽ മോഹനെ ദുക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരു സെന്റൻസേ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല, ഒരു വാക്യം ഉണ്ടാവില്ല. അപ്പൊ ഈ ഖോല എന്നുള്ള തുറന്നു എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. അപ്പോൾ അത് മുഖ്യക്രിയയാണ്. രാധ ദൂതിലായി, രാധ ദൂതിലായി, പാല് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ലായി എന്നുള്ളത് ഇവിടെ മുഖ്യക്രിയ. ഇനി അടുത്ത സഹായക ക്രിയ. സഹായക ക്രിയ ക്യാ ഹെ? सहायक क्रिया उसे कहते हैं जो क्रिया पदबंध में मुख्य अर्थ ना देकर उसकी सहायक हो, अर्थात मुख्य क्रिया के अलावा जो भी अंश शेष रह जाता है उसे सहायक क्रिया कहते हैं. അപ്പോൾ ഒരു സെന്റൻസിൽ ചില സെന്റൻസുകളിൽ മുഖ്യക്രിയ മാത്രമല്ല അതിനൊരു സഹായക ക്രിയ കൂടെ ഉണ്ടാവും. മുഖ്യ അർത്ഥം ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു സഹായകമായിട്ടുള്ള അർത്ഥേ ഉണ്ടാവുള്ളൂ. മുഖ്യ ക്രിയാക്ക് അലാവ ശേഷ രഹജാത്തെ ഹെ, കുറച്ച്. അതായത് ജൈസെ ഉദാഹരണം നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. പിതാജി അക്ബാർ പഠി ചുക്കേ ഹെ എന്നുള്ളതും മാതാജി ഖാന ബനാനെ ലഗി എന്നുള്ള ഉപയോഗിച്ച വാക്യവുമേ മുഖ്യക്രിയ പട് അല്ലെ. ആദ്യത്തേതിൽ പടാണ് മുഖ്യക്രിയ അല്ലെ, പത്രം വായിക്കുക എന്നുള്ളത് പട്. തഥാ രണ്ടാമത്തേത് ബനാനെ, ബനാനയാണ് മുഖ്യക്രിയ അല്ലെ, ബനാനെ ലഗി എന്ന് പറയുമ്പോൾ. കേസാത് ചുക്കി ഔർ ലഗി സഹായക ക്രിയയാണ്. ചുക്കിയും ലഗിയും എന്തുകൊണ്ടാണ്? പിതാജി അക്ബാർ പഠിച്ചുക്കേ ഹെ എന്ന് പറഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളത്. അപ്പൊ പഠിക്കുകയാണ് ഇമ്പോർട്ടന്റ്, കഴിഞ്ഞു എന്നുള്ളത് എന്താണ്? നമ്മുടെ സഹായക ക്രിയയാണ്. പഠന എന്നുള്ളത് മുഖ്യക്രിയയും ചുഖ്ന എന്നുള്ളത് സഹായക ക്രിയയും. അതുപോലെ മാതാജി ഖാന ബനാനെ ലഗി, അപ്പൊ മാതാജി ഖാന ഭക്ഷണം ഉണ്ടാക്കുകയാണ്, ഉണ്ടാക്കാൻ തുടങ്ങി എന്നുള്ളതിനാണ്. അപ്പോൾ
ബനാന എന്നുള്ളതാണ് മുഖ്യക്രിയ. ഓക്കെ, അപ്പൊ സഹായക ക്രിയ എന്താണെന്ന് മനസ്സിലായില്ലേ? അതുപോലെ മുഖ്യക്രിയയും. ഇനി അടുത്ത നമുക്ക് രഞ്ജക ക്രിയ. രഞ്ജക എന്ന് പറയുമ്പോൾ രോചക്, അതായത് രഞ്ജക്. जब कोई क्रिया मुख्य क्रिया के साथ जुड़कर मुख्य क्रिया को और प्रभावशाली बनाती है तब वह രഞ്ജക ക്രിയ कहलाती है. ഏതെങ്കിലും ഒരു ക്രിയ മുഖ്യക്രിയ ഉണ്ടാവും, അതിൻ്റെ കൂടെ മുഖ്യക്രിയയെ ഒന്നുകൂടെ എന്താ പറയാ പ്രസ് ചെയ്ത് ഒന്നുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കി ഇമ്പോർട്ടൻ്റ് ആക്കിയിട്ട് ഉണ്ടാക്കുന്നത്. തബ് വഹ രഞ്ജക ക്രിയ कहलाती है. प्रत्येक रंजक क्रिया का प्रयोग प्रत्येक मुख्य क्रिया के साथ नहीं किया जा सकता. എല്ലാ മുഖ്യക്രിയയുടെ കൂടെ ഈ രഞ്ജക ക്രിയ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ജൈസെ നോക്കാം, മഹേഷ് കോ രോന ആഗയ എന്നുള്ളതാണ് ഒരു സെന്റൻസ്. ഈ സെന്റൻസിൽ മഹേഷ് എന്നുള്ളത് കർത്താവാണ് അല്ലെ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇസ്മേ ആന അതിശയതാബോധക് അതിശയതാബോധക് ആന ആകയ. മഹേഷ് കരയോ, മഹേഷിന് കരച്ചിൽ വന്നു എന്ന് പറയുമ്പോൾ അവനെ കരച്ചിൽ വന്നത് അതിശയമാണ്. രോന എന്നുള്ളത് മുഖ്യക്രിയയാണ് അല്ലെ, അവൻ കരഞ്ഞു എന്നുള്ളത് മുഖ്യക്രിയ. ഗയ എന്നുള്ളത് സഹായക ക്രിയയാണ്, മുഖ്യക്രിയന്റെ കൂടെ ഉള്ളതാണ്. ആന എന്നുള്ളത് ഇവിടെ എന്താണ്? രഞ്ജകാണ്. അപ്പൊ ഇവിടെ 3 ക്രിയകളാണുള്ളത്. രോന മുഖ്യക്രിയ, ആന രഞ്ജക ക്രിയ, ഗയ സഹായക ക്രിയ. ഇപ്പൊ മനസ്സിലായില്ലേ എന്താണ് രഞ്ജക ക്രിയ? അതായത് ആ മുഖ്യക്രിയയുടെ കൂടെ, എല്ലാ മുഖ്യക്രിയയുടെ കൂടെ ഈ രഞ്ജകക്രിയ ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു അതിശയോക്തി സൂചിപ്പിക്കാനായിട്ട്, അതിശയമായിട്ട്. അതായത് മഹേഷ് എപ്പോഴും കരയാത്തൊരു വ്യക്തിയാണ്. മഹേഷ് കോ രോന ആഗയ എന്ന് പറയുമ്പോൾ മഹേഷ് കരച്ചിൽ വന്നു എന്നുള്ളതിനായ അതാണ് രഞ്ജകക്രിയ. ഇനി അടുത്തത് സംയുക്ത ക്രിയ. ക്യാ ഹെ സംയുക്ത ക്രിയ? हिंदी में क्रिया कभी एक पद द्वारा प्रकट होती है और कभी एक से अधिक पदों द्वारा. ഒരു പദമായിരിക്കും അല്ലെങ്കിൽ ഒന്നിലധികം ഉണ്ടാവും. അതിനെ സംയുക്ത അല്ലെ, കുറെ കൂടി ചേർന്ന്. മോഹൻ ആയ, ഇസ്മേ ആയ ക്രിയ ഏക് പദ് വാലി ഹെ അല്ലെ. മോഹൻ ആയ എന്നുള്ളതിൽ ആയ എന്നുള്ളത് ഒരു സെന്റൻസ് മാത്രം, ഒരു വേർഡ് മാത്രമാണ്. ലേക്കിൻ मोहन आ चुका है उपयुक्त वाक्य में आ चुका है में 3 पद है अല്ലെ, 3 വേർഡ് ഉണ്ട്. ആയുണ്ട്, ചുക്ക ഉണ്ട്, ഹേ ഉണ്ട്. आ प्लस चुका प्लस है. अतः हम कह सकते हैं कि जब 2 या 2 से अधिक क्रियाएं आपस में मिलकर एक पूर्ण क्रिया बनाती है तो उन्हें संयुक्त क्रिया कहते हैं. അപ്പൊ എന്താണ് സംയുക്ത ക്രിയ? 2 അതിൽ കൂടുതലോ ക്രിയകൾ ഒരുമിച്ച് ചേർന്ന് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ക്രിയ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതാണ് സംയുക്ത ക്രിയ. ഇവിടെ ആ ചുക്കാഹേ എന്നുള്ളത് സംയുക്ത ക്രിയയാണ്. ആ ഒരു ക്രിയ, ചുക്കാ ഒരെണ്ണം, ഹേ ഒന്ന്. അപ്പോ ആ ചുക്കാഹേ. ഇനി സരൾ ക്രിയ അല്ലെങ്കിൽ മൂലക്രിയ. सरल क्रिया उसे कहते हैं जो भाषा में रूढ़ शब्दों की तरह प्रचलित होती है. इस क्रिया का हम मूल क्रिया भी कहते हैं. सरल क्रियയെ നമുക്ക് മൂലക്രിയ എന്നുകൂടെ പറയാം. എന്താണ് सरल क्रिया? जो भाषा में रूढ़ शब्दों की तरह प्रचलित होती है. रूढ़ ഒളിഞ്ഞിരിക്കുന്ന പോലെ. इस क्रिया का हम मूल क्रिया भी कहते हैं क्योंकि ना तो ये क्रिया किसी अन्य क्रिया से व्युत्पन्न हुई है ना ही एक से अधिक क्रिया रूपों के योग से बनी है. इसलिए इसे हम मूल क्रिया कहते हैं. ഏതിൽ നിന്നും വന്നതല്ല, ഒരു സ്വന്തമായിട്ട് ഉണ്ടായ ക്രിയകൾ. ആന, ജാന, ലിഖ്ന, പഠന അതൊന്നും വേറെ ക്രിയകളുമായിട്ട് ചേർന്നുണ്ടായി. നമ്മൾ മൂലധാതു തന്നെയാണ് ഇത്. നമ്മൾ മൂലധാതു പഠിച്ചതുപോലെ തന്നെയാണ്, പഠിച്ച അതേ തന്നെയാണ് ഇത്. ആന, ജാന അതെല്ലാം മൂലക്രിയയാണ്, അത് സരൾ ക്രിയയാണ്. ഇനി നാമിക ക്രിയ അല്ലെങ്കിൽ മിശ്രക്രിയ. मिश्रक्रिया के अंतर्गत पहला अंश संज्ञा विशेषण या क्रिया विशेषण का होता है तथा दूसरा अंश क्रिया का होता है. ഇപ്പം മിശ്രക്രിയയിലെ ആദ്യത്തെ ഭാഗം സംജ്ഞാവിശേഷണ ക്രിയാവിശേഷണായിരിക്കും. രണ്ടാമത്തെ ഭാഗമാണ് ക്രിയ ഉണ്ടാവുന്നത്. नामधातु क्रिया संज्ञा सर्वनाम तथा विशेषण शब्दों के अंत में प्रत्यय लगाकर जो क्रिया बनती है इसे नामधातु क्रिया कहते हैं. സംജ്ഞ, സർവനാം, വിശേഷൻ അതന്നെയാണ് നാമിക ക്രിയയും നാമധാതു ക്രിയയും എന്ന് പറയുന്നത്. ഒരു ക്രിയ ഉണ്ടാവും, മുഖ്യമായിട്ടുള്ള ക്രിയ, അതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യുന്നതാണ്. നമ്മൾ ലാത്ത് എന്ന് പറഞ്ഞപ്പോൾ ലധ്യാന എന്ന് നമ്മൾ നേരത്തെ ധാതു പഠിച്ചപ്പോൾ പഠിച്ചതെന്നു നാമധാതു, അത് തന്നെയാണ് ഈ നാമക്രിയ എന്ന് പറയുന്നത്.
ഇനി നമുക്ക് പൂർവകാലിക ക്രിയ എന്താണെന്ന് നോക്കാം. എന്താണ് പൂർവകാലിക ക്രിയ? वह क्रिया जिसका पूरा होना दूसरी क्रिया से पूर्व पाया जाता है उसे पूर्वकालिक क्रिया कहते हैं. എന്താണ്? जिसकी पूरा होना दूसरी क्रिया से पूर्व पाया जाता है. രണ്ടാം ക്രിയയുടെ മുന്നിൽ ഉസേ പൂർവകാലിക ക്രിയ അർത്ഥാത് മുഖ്യ ക്രിയ സേ പെഹലെ ഹോനെ വാലി ക്രിയ. നമ്മൾ എപ്പോഴും മുഖ്യ ക്രിയയുടെ കൂടെ സഹായക ക്രിയ ഉണ്ടാവും. നമുക്ക് പറയും മിശ്ര അല്ലെ ക്രിയ, ഒരുപാട് ക്രിയകൾ നമ്മൾ പഠിച്ചു ഇപ്പോൾ. അതുപോലെ ഇത് പൂർവകാലിക ക്രിയ എന്ന് പറയുന്നത് മുഖ്യക്രിയയുടെ മുന്നിലായിട്ടുണ്ടാവുന്നത്. മുഖ്യക്രിയയുടെ ശേഷമാണ് സാധാരണ മറ്റുള്ള ക്രിയകളെല്ലാം വരുന്നത്. ഇവിടെ മുഖ്യക്രിയയുടെ മുന്നിൽ ഉപയോഗിക്കുന്ന ക്രിയയാണ് പൂർവകാലിക ക്രിയ. पूर्व आने वाली क्रिया मूल धातु के साथ कर लगा कर बनती है. എപ്പോഴും അതിൽ കർ ഉണ്ടാവും. कर लगा कर. गीता ने सुनकर कविता लिखी. इस वाक्य में लिखी से पहले सुनकर क्रिया का प्रयोग हुआ है. അപ്പൊ എപ്പോഴും പൂർവകാലിക ക്രിയ കർ ചേർത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറ്. അതഹായേ പൂർവകാലിക ക്രിയ ഹെ. ഇവിടെ ലിഖി എന്നുള്ളതാണ് ശരിക്കും ക്രിയ, ഒറിജിനൽ ക്രിയ എന്ന് പറയുന്നത്. അതിൻ്റെ മുന്നിൽ മുഖ്യക്രിയ ലിഖിയാണ്. അതിൻ്റെ മുന്നിൽ സുൻകർ എന്നുള്ളത് സുന്നാന്നൊന്നും അല്ല പറയാ, അവിടെ കർ ചേർത്ത് ഉപയോഗിക്കുന്നു. അതാണ് പൂർവകാലിക ക്രിയ. ഇനി നമുക്ക് അനുകരണാത്മക ക്രിയ എന്താണെന്ന് നോക്കാം. ക്യാ ഹെ അനുകരണാത്മക ക്രിയ? जो क्रियारूप ऐसी धातुओं से बनते हैं जो ध्वनियों के अनुकरण पर या पूर्व ध्वनि के अनुकरण पर बनती है ऐसी क्रियाओं को अनुकरणात्मक क्रियाएं कहा जाता है. अब എന്താണ് അനുകരണാത്മക ക്രിയ? जो क्रियारूप ऐसी धातुओं से बनते हैं जो ध्वनियों के अनुकरण पर या അനുകരണത്തിലൂടെ പൂർവ ധ്വനിക്ക് അനുകരൺ പർ ബനता है. അനുകരണത്തിലൂടെ ഉണ്ടാവുന്നതാണ്. ഐസി ക്രിയാവും കോ അനുകരണാത്മക ക്രിയായെ കഹാ ജാത. ചി ചി എന്നുള്ളതിന് ചിഹിയാന, ചഞ്ചൻ ചഞ്ചൻ എന്നുള്ളതൊരു ക്രിയയാണെങ്കിൽ അത് അനുകരണമാണ് അല്ലേ, അത് റിപ്പീറ്റേഷൻ ആണ്. അനുകരണം എന്ന് വെച്ചാൽ എന്താണ്? റിപ്പീറ്റ് ചെയ്യുന്ന ക്രിയ. അപ്പൊ ചീൻ ചി എന്നുള്ളതിനെ ചിഹിയാന. അതുപോലെ ചഞ്ചൻ എന്നുള്ള മഴ, ചഞ്ചൻ അല്ലെ, ബാരിഷ് ചഞ്ചൻ ഹോര എന്നൊക്കെ പറഞ്ഞാൽ ചഞ്ചൻ എന്നുള്ളതിനെ ചഞ്ചനാന, ധബ് ധബ് എന്നുള്ളതിനെ ധബ് ധബാന എന്ന് നമുക്ക് പറയാം. അപ്പൊ അവിടെ അത് റിപ്പീറ്റേഷൻ ആണ്. അപ്പൊ അതിനെ അനുകരണാത്മക ക്രിയ എന്ന് പറയുന്നു. ഒരേ വേർഡ് തന്നെ, ഒരേ ക്രിയ തന്നെ 2 തവണയായിട്ട് നമ്മൾ പറയുന്നതിനെ നമുക്ക് അനുകരണാത്മക ക്രിയ എന്ന് പറയാം. അപ്പോൾ ഈ ക്രിയ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഈ ക്രിയാ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എന്തായാലും എഴുതി അറിയിക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ.